കെട്ടി ഹോസ്പിറ്റലിൽ വയ്യാണ്ട് കിടക്കുമ്പോഴും റീലെടുത്തോണ്ട് നടക്കുകയാണോ എന്നുള്ള കമൻറ്റ്സ് ആദ്യമേ നിരോധിച്ചിരിക്കുന്നു. നോ ഗൈസ്, ഞാനിപ്പോൾ രാവിലെ എണീക്കുന്നത് അലാറം വെച്ചിട്ടൊന്നുമല്ല. ഒരു 4:30 ആകുമ്പോഴത്തേക്കും സിസ്റ്റർ വന്ന് കഥകിൽ മുട്ടും. എന്നിട്ട് പറയും മെഡിസിൻ ഉണ്ടെന്ന്. അങ്ങനെ സിസ്റ്റർ വെൽക്കം ചെയ്യുന്നതാണ് എൻ്റെ ഒരു ദിവസത്തെ ആദ്യത്തെ ഡ്യൂട്ടി. ഇവിടെ എനിക്കെല്ലാം ആകെയുള്ള ജോലി പേഷ്യൻറ്റിനെ നോക്കുക, അതുപോലെ ക്യാൻറ്റീൻ പോയിട്ട് ഫുഡ് മേടിച്ചുകൊണ്ട് വരാം. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിക്കുന്നതൊന്നല്ലല്ലോ നമ്മുടെ ലൈഫിൽ നടക്കുക. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് എന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഹോസ്പിറ്റലിലാകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വേറെ കാര്യം എന്താണെന്ന് അറിയോ? ഫ്രൂട്ട്സ് ഇല്ലാണ്ട് പറ്റില്ല. ആപ്പിളും മുന്തിരിയൊന്നും ഇല്ലാണ്ട് എന്തോന്ന് ഹോസ്പിറ്റൽ ലൈഫ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേഷ്യൻ്റ് ഷുഗർ പേഷ്യൻ്റാണ്. സോ ആൾക്ക് സ്വീറ്റ്സ് ഒന്നും അധികം കഴിക്കാൻ പറ്റില്ലല്ലോ. ഫ്രൂട്ട്സും അധികമൊന്നും കഴിക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ കഴിക്കാം. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഞാൻ കഴിക്കും, എന്നിട്ട് ആൾക്ക് വെജിറ്റബിൾസ് കൊണ്ട് സലാഡ് ഉണ്ടാക്കി കൊടുക്കും. ഇന്നിപ്പോൾ എന്താ, ഇതൊക്കെ തന്നെ സെയിം റുട്ടീൻ ഡെയിലി, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ നൈറ്റ് ആകുമ്പോഴത്തേക്കും ആൾക്ക് ഓട്സാണ് കൊടുക്കുന്നത്. ഡോക്ടർ പറഞ്ഞു ഓട്സ് കഴിച്ചാൽ മതിയെന്ന്. അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ പറഞ്ഞു, പക്ഷേ ആൾക്ക് ചപ്പാത്തി ഇഷ്ടമല്ല. സോ അപ്പോൾ ഓട്സാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഞാൻ ഓട്സ് കഴിക്കാറില്ല, വല്ലപ്പോഴും ടേസ്റ്റ് നോക്കാനൊക്കെ കഴിക്കും. എനിക്ക് വലിയ താല്പര്യമില്ല അതിനോട്. അങ്ങനെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കും. അതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ പറയുമല്ലോ, ഓ കിട്ടിയവനും ഓട്സ് കൊടുത്തിട്ട് നീ അവിടെ അത് കേൾക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കാണിക്കുന്നില്ല. സോ അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ എന്താ ഉറങ്ങുക. അപ്പോൾ ശരി എന്നാൽ, ഗുഡ് നൈറ്റ്.